ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റിംഗ് ലെറ്റേഴ്സ്. രണ്ട് രീതിയിൽ നമുക്ക് ലെറ്റേഴ്സ് എഴുതാനായിട്ട് പറ്റും. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഫോർമൽ ലെറ്ററും രണ്ടാമത്തത് ഇൻഫോർമൽ ലെറ്ററും. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഫോർമാലിറ്റീസോട് കൂടിയിട്ട് എഴുതുന്ന ലെറ്ററാണ് ഫോർമൽ ലെറ്റർ. ദാറ്റ് മീൻസ് പ്രിൻസിപ്പളിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹയർ അതോറിറ്റീസിന് എഴുതുന്ന ലെറ്റർ ആയിരിക്കും ഫോർമൽ. ഇൻഫോർമൽ ആണെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ എഴുതുന്ന ഇൻഫോർമൽ ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ എഴുതുന്ന ഒരു ലെറ്ററാണ് ഇൻഫോർമൽ ലെറ്റർ. അപ്പം നമുക്ക് രണ്ട് രീതിയിലുള്ള ലെറ്റേഴ്സ് എഴുതാനും പഠിക്കണം. ഏതെങ്കിലും ഒരു രീതി എന്തായാലും എക്സാമിന് വരും. അപ്പോൾ നമുക്ക് ലെറ്ററിലോട്ട് കടക്കാം. നമുക്ക് ഫോർമൽ ലെറ്റേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഇത് ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് അല്ല. ഇത് ഫോർമൽ ലെറ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫോർമാറ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫോർമൽ ലെറ്റർ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ ഒരു ഫ്രഷ് പേജ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഫോർ സൈഡിലും ഒരു ബോക്സിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമ്മൾ ലെറ്റർ എഴുതുന്നതും കുറച്ചും കൂടി ഒരു നല്ലൊരു ലുക്ക് കിട്ടാനുള്ള ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫോർമൽ ലെറ്റർ എന്നുള്ള എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ സെൻഡർ അഡ്രസ്സാണ് എഴുതേണ്ടത്. അതായത് സെൻഡർ, അയക്കുന്ന ആളുടെ അഡ്രസ്സ്. അയക്കുന്നത് ഇപ്പോൾ നമ്മളാണ്. അപ്പോൾ നമ്മുടെ അഡ്രസ്സ് ചെയ്താൽ നമ്മുടെ പേര്, ഹൗസ് നമ്പർ അല്ലെങ്കിൽ വീട്ടും പേര്, ഇത് അല്ലെങ്കിൽ നമ്മുടെ സ്ഥലം, അങ്ങനെ നമ്മുടെ അഡ്രസ്സ് ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ സെൻഡർ അഡ്രസ്സിൽ എഴുതുക. അത് കഴിഞ്ഞൊരു വരി വിട്ടതിന് ശേഷം ഡേറ്റ് എന്നുള്ള സംഭവം എഴുതുക. ഇന്നത്തെ ഡേറ്റോ അല്ലെങ്കിൽ എന്നത്തെ ഡേറ്റോ വേണമെങ്കിലും നമുക്ക് എഴുതാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എഴുതാനുള്ള അടുത്ത ആളുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് റിസീവേഴ്സ് അഡ്രസ്സാണ്. റിസീവ് ചെയ്യുന്ന ആളുടെ അഡ്രസ്സ്, ആർക്കാണോ നമ്മൾ കത്തയക്കുന്നത് അത് കൈപ്പറ്റുന്ന ആളുടെ അഡ്രസ്സാണ് പിന്നീട് എഴുതേണ്ടത്. റിസീവേഴ്സ് അഡ്രസ്സ്. ഇപ്പോൾ റിസീവർ അഡ്രസ്സ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ആർക്കാണ് അയക്കേണ്ടതെന്നുള്ള ഒരു ലെവലിൽ. ഇപ്പോൾ ഒരു പ്രിൻസിപ്പലിനാണ് അയക്കേണ്ടത്, ഇന്ന സ്കൂളിലെ പ്രിൻസിപ്പലിനാണ് അയക്കേണ്ടത്. ഇപ്പോൾ ഒരു കുടിവെള്ള പ്രശ്നം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ക്ലാസ് കുറച്ച് കുറച്ച് എക്സ്പാൻഷൻ ആക്കണം, ക്ലാസ്സിൽ സ്പേസ് ഇല്ല, കുട്ടികൾക്ക് കളിക്കാൻ പ്ലേ ഗ്രൗണ്ട് ഇല്ല, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പ്രിൻസിപ്പലിന് കത്തെഴുതുന്നതെന്നുണ്ടെങ്കിൽ ഫോർമൽ ലെറ്റേഴ്സാണ് പ്രിൻസിപ്പൽ. അങ്ങനെ അതോറിറ്റീസിന് നമ്മൾ എഴുതുന്ന ലെറ്റർ എപ്പോഴും ഫോർമൽ ലെറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ആ റിസീവറുടെ അഡ്രസ്സ് അപ്പോൾ എങ്ങനെ എഴുതും? ദ പ്രിൻസിപ്പൽ, എന്നിട്ട് പ്രിൻസിപ്പൾ ഏത് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ആ സ്കൂള്, അതാണ് പ്രിൻസിപ്പളിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. അല്ലാതെ അയാളുടെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല റിസീവർ അഡ്രസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണോ അയാളിപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പൊസിഷൻ അത്. ഇപ്പോൾ നമ്മളൊരു പഞ്ചായത്ത് മെമ്പറിനാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ അതങ്ങനെ എഴുതുക, ഇന്ന പഞ്ചായത്ത് എന്നുള്ള പേര് എഴുതുക. ഇപ്പോൾ ഏതാണ് നമ്മുടെ സ്പേസ്, ആ സ്പേസ് ഏതാണെന്നുള്ള ഡീറ്റെയിൽസും കൂടി കൊടുത്താൽ അത് റിസീവേഴ്സ് അഡ്രസ്സായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഫസ്റ്റ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഇതൊക്കെ എഴുതേണ്ടത് പേപ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം. ഒരിക്കലും റൈറ്റ് സൈഡിലോട്ടോ നടുവിലോ കൊണ്ടെഴുതരുത്. എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ മാർജിനോട് ചേർത്ത് വേണം ഇതൊക്കെ എഴുതാനായിട്ട്. ഇത് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഒരു വരി വിട്ടതിന് ശേഷം എഴുതേണ്ടതാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കാര്യമാണ് ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ ലെറ്ററിൽ നമ്മൾ എന്താണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മെയിനായിട്ടുള്ള റീസൺ, ഈ ലെറ്റർ എഴുതാനുള്ളത് എന്താണെന്നുള്ളത് 1 ലൈനിൽ എഴുതണം എന്നതാണ് ഈ സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ സെൻഡേഴ്സ് അഡ്രസ്സ്, റിസീവേഴ്സ് അഡ്രസ്സ് അങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അഡ്രസ്സ് മാത്രം എഴുതിയാൽ മതി. അല്ലാതെ ഈ സെൻഡർ അഡ്രസ്സ് എഴുതിയിട്ട് എഴുതണം എന്നൊന്നുമില്ല. ജസ്റ്റ് സെൻഡർ ആരാണോ അയാളുടെ പേരും ഡീറ്റെയിൽസ്, നമ്മളാണ് സെൻഡർ, അപ്പോൾ നമ്മുടെ പേരും ഡീറ്റെയിൽസും. റിസീവർ ആരാണ് അയാളുടെ പേരും ഡീറ്റെയിൽസും, പേരല്ല, അയാളുടെ പൊസിഷൻ ഏതാണ് ആ ഒരു കാര്യങ്ങൾ. അല്ലാതെ റിസീവർ അഡ്രസ്സ് എഴുതിയിട്ട് വേണം മറ്റു കാര്യങ്ങൾ എഴുതാനൊന്നുമില്ല കേട്ടോ, അങ്ങനെ എഴുതണ്ട. അപ്പോൾ ഇതുപോലെ സബ്ജക്റ്റ്, പക്ഷേ സബ്ജക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് എന്ന് എഴുതിയിട്ട് വേണം നമുക്ക് സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എഴുതാനായിട്ട്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെറ്റർ എഴുതിയത്, പർപ്പസ് ഓഫ് ദ ലെറ്റർ ഒറ്റ ലൈനിൽ വേണം എഴുതാനായിട്ട്. നമ്മൾ എന്താണ് റീസൺ, ആ റീസൺ ഒറ്റ ലൈനിൽ അങ്ങനെ എഴുതുക. ഇപ്പോൾ പ്ലേ ഗ്രൗണ്ട്, കുട്ടികൾക്ക് പ്ലേ ഗ്രൗണ്ട് അനുവദിച്ചു കൊടുക്കണം, അങ്ങനെ ഒറ്റ ലൈനിലാണ് അത് എഴുതേണ്ടത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എഴുതേണ്ടത് ഗീവ് ഡീറ്റെയിൽസ്. അതായത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള ആ പർപ്പസ് ഓഫ് ലെറ്റർ എഴുതാനുള്ള കാരണത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇനി ആവശ്യം. എന്തൊക്കെ കാരണം കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ലെറ്റർ എഴുതി എന്നുള്ളത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ആദ്യം ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു വയ്യ
നമുക്ക് വയ്യാതെ ഇരിക്കുകയാണ്, അപ്പോൾ നമ്മളൊരു ലീവിനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ആ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലീവ് ലെറ്ററാണ് എഴുതുന്നത് ഇതാണ് നമ്മുടെ പർപ്പസ്. പിന്നീട് എഴുതേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന കാരണം കൊണ്ടാണ് ഇന്ന് ലീവ് ആവുന്നത്, അതുകൊണ്ട് എനിക്ക് ഈ ലീവ് അനുവദിച്ച് തരണം, അങ്ങനെ പറഞ്ഞിട്ട് വേണം നമ്മുടെ ലെറ്റർ അവസാനിപ്പിക്കാനായിട്ട്. അതിനുശേഷം ലാസ്റ്റ് പാരഗ്രാഫ് എന്ന പോലെ എഴുതേണ്ടത് ഒരു പൊളൈറ്റ് കൺക്ലൂഡാണ്. അതായത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു, ലുക്കിംഗ് ഫോർവേഡ് എന്നൊക്കെ, അതായത് നിങ്ങളുടെ റിപ്ലൈക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു, നിങ്ങൾ ലീവ് അനുവദിച്ച് തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഭയങ്കര പൊളൈറ്റായിട്ട് കൺക്ലൂഡ് ചെയ്യാം ലെറ്റർ. അതിനുശേഷം ഈ ലെറ്ററിൻ്റെ ബോഡി കഴിഞ്ഞിട്ട് ഒരു ലൈൻ വിട്ടതിന് ശേഷം ലെഫ്റ്റ് മാർജിനിലോട്ട് ഇങ്ങനെ അടുപ്പിച്ചെഴുതേണ്ട അടുത്ത കാര്യമാണ് ഒരു കോംപ്ലിമെൻ്ററി ക്ലോസ്. അതായത് എന്തെങ്കിലും ഒരു കോംപ്ലിമെൻ്ററി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. യുവേഴ്സ് സിൻസിയർലിന്നോ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കോംപ്ലിമെൻ്ററി പറഞ്ഞുകൊണ്ട്, അതായത് നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സിഗ്നേച്ചർ ആൻഡ് നെയിം എഴുതിയാൽ ഈ ലെറ്റർ മുഴുവൻ എഴുതുന്നതും ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് മാർജിൻ്റെ അടുത്തോട്ട് അടുപ്പിച്ചിട്ടാണ് കേട്ടോ എല്ലാതും എഴുതേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫോർമൽ ലെറ്ററിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് ഞാൻ കാണിച്ചു തരാം. അതിന് മുൻപായിട്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു ഇൻഫോർമൽ ലെറ്റർ എങ്ങനെ എഴുതണം, ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന കണ്ടൻറ്റുകൾ എന്തൊക്കെയാണ്, ഇതാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം. ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർമൽ ലെറ്റർ എഴുതിയ പോലെ തന്നെ എഴുതേണ്ട ഒരു ലെറ്റർ അല്ല, കുറച്ചും കൂടി നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ട് എഴുതുന്ന ലെറ്റർ ആയിരിക്കും ഇൻഫോർമൽ ലെറ്റർ. നമ്മൾ ആദ്യം ലെഫ്റ്റ് മാർജിനോട് ചേർന്ന് എഴുതേണ്ട കാര്യം എന്ന് പറയുന്നത് സെൻഡേഴ്സ് അഡ്രസ്സ്, അതായത് നമ്മളാണ് സെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒത്തിരി ഡിസ്റ്റൻസിലിരിക്കുന്ന ഒരു റിലേറ്റീവിന് വേണ്ടിയിട്ട്, ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന ഒരു റിലേറ്റീവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെറ്റർ എഴുതുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എഴുതേണ്ടത് സെൻഡേഴ്സ് അഡ്രസ്സ്, നമ്മൾ അയക്കുന്ന ആളുടെ അഡ്രസ്സാണ് എഴുതേണ്ടത്. ശേഷം നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഡേറ്റ് എഴുതുക. അതിനുശേഷം റിസീവേഴ്സ് അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യം ഇവിടെ ഇല്ല. പിന്നെ എഴുതേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും എഴുതിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ആയിരിക്കണം സാലുട്ടേഷൻ എഴുതേണ്ടത്. സാലുട്ടേഷൻ മറ്റേതിലെ പോലെ റെസ്പെക്റ്റഡ് എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. മൈ ഡിയർ എന്നിട്ട് അയാളുടെ പേര് എഴുതാം, അല്ലെങ്കിൽ ഡിയർ സാം, അങ്ങനെ ഒരു പേര് വെച്ചിട്ട് വേണം നമ്മളിത് എഴുതാനായിട്ട്. തൊട്ടടുത്ത ലൈനിൽ തന്നെ ബോഡി ഓഫ് ദ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യാണ്, ലെറ്റർ എഴുതി തുടങ്ങുകയാണ്. ആദ്യം തന്നെ നമ്മൾ അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് പാരഗ്രാഫായിട്ട് ചോദിക്കേണ്ടത്. ഹായ്, ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഫൈൻ, ഈ വക കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം നമുക്ക് പറയാനുള്ള ആ ഒരു ന്യൂസ്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ ലെറ്റർ എഴുതിയെന്നുള്ള കാര്യം പിന്നെ ഷെയർ ചെയ്യാം, അതായത് പർപ്പസ് ഓഫ് ലെറ്റർ. ഇത് ഷെയർ ചെയ്തതിന് ശേഷം അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ട് ജസ്റ്റ് പെട്ടെന്ന് തന്നെ ലെറ്റർ അവസാനിപ്പിക്കുക. ആൻഡ് വിത്ത് എ ഗുഡ് വിഷസ്, അപ്പം നീ ഈ ലെറ്റർ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് മറുപടി എഴുതണം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നല്ല എൻഡിങ്ങോട് കൂടിയിട്ട് അത് അവസാനിപ്പിക്കുക. പിന്നെ അടുത്ത ലൈനായിട്ട് മുൻപ് ഫോർമൽ ലെറ്റർ എഴുതിയ പോലെ തന്നെ ഒരു കോംപ്ലിമെൻ്ററി ക്ലോസ് കൊടുക്കുക. യുവേഴ്സ് ലവിങ്ലി, ഒത്തിരി സ്നേഹത്തോടെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഇത് കൊടുക്കുക. പിന്നെ നെയിം, സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങൾ മതി ഇൻഫോർമൽ ലെറ്ററിൽ. അധികം വലിയ ഫോർമാലിറ്റീസും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, ജസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഫോർമൽ ലെറ്ററിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഈ രണ്ട് ലെറ്റേഴ്സിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, എല്ലാ ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് എഴുതാൻ പറ്റിയ ഫോർമാറ്റ്. ഇനിയിപ്പോൾ സ്വയം ഉണ്ടാക്കി എഴുതാനായിട്ട് പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഒറ്റയ്ക്ക് തന്നെ എഴുതാൻ പറ്റുന്നുള്ളൂ. ഈ രണ്ട് ലെറ്റേഴ്സിൽ എന്തൊക്കെ കണ്ടൻറ്റ് വരും എന്ന് അറിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഫോർമാറ്റിൻ്റെ ആവശ്യമില്ല. അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ ഫോർമാറ്റ് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി പോവുക. എന്ത് ടൈപ്പ് ലെറ്റർ വന്നാലും എഴുതാൻ പറ്റുന്നതായിട്ടുള്ള ഫോർമാറ്റാണിപ്പോൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർമാറ്റിലോട്ട് കിടക്കാം. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നതാണ് ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റാട്ടെ കാണിക്കുന്നത്. നേരത്തെ നമ്മൾ കാണിച്ചത് ഫോർമാറ്റ് അല്ല. ഇതെന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ സംഭവങ്ങൾ അതിനെ ഒന്നും കൂടിയും റിപ്പീറ്റ് ആയിട്ട്, പക്ഷേ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുള്ളൂ. ഫസ്റ്റ് നമ്മൾ സെൻഡർ അഡ്രസ്സ് എഴുതുക, ഡേറ്റ് എഴുതുക, റിസീവർ അഡ്രസ്സ് എഴുതുക. അതിനുശേഷം കുറച്ച് സ്പേസ് വിട്ടിട്ട് സബ്ജക്റ്റ് എഴുതുക. സബ്ജക്റ്റ് എഴുതുമ്പോൾ ഏറ്റവും ചുരുക്കി വേണം സബ്ജക്റ്റ് എഴുതാനായിട്ട്, 1 ലൈൻ. സബ്ജക്റ്റ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരിക്കും, റിസീവർ അഡ്രസ്സ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കുക. റെസ്പെക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് മാം അല്ലെങ്കിൽ സാർ, മാഡം അല്ലെങ്കിൽ സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ലൈൻ എപ്പോഴും ഇങ്ങനെ ആയിരിക്കുന്നത് നല്ലതാണ്. ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു എ വെരി ഇമ്പോർട്ടൻറ്റ് മാറ്റർ. ഞാൻ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഫോർമൽ ലെറ്റർ എഴുതുന്നത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനാണ്. പിന്നെ
പിന്നെ എഴുതേണ്ട കാര്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അതായത് എന്തിനാണ് നമ്മൾ ഈ ഒരു ഫോർമൽ ലെറ്റർ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആ കാര്യം മാത്രം എടുത്തിട്ട് ഇനി ഈ മാറ്റർ എന്ന് പറയുന്ന വേർഡ് കഴിഞ്ഞിട്ട് ആ കാര്യം എഴുതാം. ഇപ്പോൾ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നം അല്ല, അതാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യമാണ് ഈ മാറ്റർ എന്ന് കഴിഞ്ഞിട്ടുള്ള സെൻറ്റൻസിൽ നമ്മൾ എഴുതേണ്ടത്, സെൻറ്റൻസ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. വെരി ഇമ്പോർട്ടൻറ്റ് മാറ്റർ എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ട കാര്യം. വെള്ള പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ്, അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് ഈ കത്തെഴുതി എന്നാണ് ആ ഒരു സെൻറ്റൻസ് അപ്പോൾ ആയി മാറാം. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ എഴുതിയതിന് ശേഷം ആ കാര്യങ്ങൾ എഴുതിയിട്ട് പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഇതാക്കി തരണം അങ്ങനെയൊക്കെ എഴുതിയതിന് ശേഷം ഐ എം കൺക്ലൂഡിങ് മൈ വേർഡ്സ്, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്താണ്. താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ വാല്യുവബിൾ ടൈം, നിങ്ങളിവിടെ സ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ ഏറ്റവും വാല്യുവബിൾ ആയിട്ടുള്ള ടൈമിൽ നിന്ന് കുറച്ച് എനിക്ക് വേണ്ടി ഇപ്പോൾ സ്പെൻഡ് ചെയ്തല്ലോ ഈ ലെറ്റർ വായിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് താങ്ക്ഫുള്ളാണ്. അതുപോലെ തന്നെ ഹോപ്പ് യു വിൽ ഡു ദ റിക്വയർഡ്, എനിക്ക് ആവശ്യമുള്ളത് എന്താണോ അത് നിങ്ങൾ ചെയ്തു തരുന്നുള്ള പ്രതീക്ഷിക്കുന്നു ഞാൻ. ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിങ് ഫ്രം യു സൂൺ, എനിക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളിൽ നിന്ന് മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. എന്നിട്ട് അത് താങ്ക് യു എന്ന് എഴുതുക, കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് എഴുതുക, നമ്മുടെ പേരും നമ്മുടെ സൈനും എഴുതിയാൽ ഈ ഒരു ഫോർമൽ ലെറ്റർ ഇവിടെ അവസാനിച്ചു. അപ്പോൾ ഈ ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത് അത്രയും സിമ്പിളാണ്. നമ്മളിവിടെ ആഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർമാറ്റ് ഓഫ് ഇൻഫോർമൽ ലെറ്റർ. ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതിലുണ്ടായിരുന്ന പോലെ തന്നെ നമ്മൾ അഡ്രസ്സ് എഴുതാം. ആരുടെ അഡ്രസ്സ്? സെൻഡറുടെ അഡ്രസ്സ്, നമ്മളുടെ അഡ്രസ്സ് എഴുതുക, ഡേറ്റ് എഴുതുക, കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മൈ ഡിയർ അങ്ങനത്തെ ഒരു സാലുട്ടേഷനാണ് കൊടുക്കേണ്ടത്. അങ്ങനെ മൈ ഡിയർ എന്നൊക്കെ പറഞ്ഞ് മൈ ഡിയർ ഫ്രണ്ടെന്നോ മൈ ഡിയർ സാം അല്ലെങ്കിൽ മൈ ഡിയർ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഹൗ ആർ യു, നിങ്ങൾക്ക് സുഖമാണോ? ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, നിങ്ങൾ നന്നായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ എം ഡൂയിങ് ഫൈൻ, ഐ എം ഓൾസോ ഫൈൻ ഹിയർ, ഞാനിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ്. ഹൗസ് യുവർ സ്റ്റഡീസ് ഗോയിങ് ഓൺ, അപ്പോൾ ഒരു കുട്ടീനോടാണ് അല്ലെങ്കിൽ നമ്മുടെ അതേ ഏജുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കിത് എഴുതാം. ഹൗസ് യുവർ സ്റ്റഡീസ് ഗോൺ. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളെ പഠിപ്പ് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ദെൻ ഡു യു ഹാവ് എനി പ്ലാൻസ് ടു വിസിറ്റ് മീ ഡ്യൂറിങ് ദ നെക്സ്റ്റ് വെക്കേഷൻ, നെക്സ്റ്റ് വെക്കേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് എന്നെ വിസിറ്റ് ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? കാരണം നമ്മളൊരു ഒത്തിരി ദൂരത്തുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കത്ത് എഴുതുന്നത്. ഐ എം ഓൾവേസ് എക്സ്പെക്റ്റിംഗ് യുവർ അറൈവൽ, ഞാൻ നിങ്ങൾ വരുന്നത് എപ്പോഴും വെയിറ്റിംഗ് ആണ്, ഞാൻ എപ്പോഴും ആയിരിക്കും നിങ്ങൾ അടുത്ത് തന്നെ എൻ്റെ അടുത്തേക്ക് വരുന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ അയാളെ പറ്റിയിട്ട് കുറച്ച് സുഖവിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ദെൻ എഴുതേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഡിയർ, പ്രിയപ്പെട്ടതേ, ഐ വുഡ് ലൈക്ക് ടു ഷെയർ എ വെരി ഇമ്പോർട്ടൻറ്റ് മാറ്റർ വിത്ത് യു. അപ്പോൾ ഇതിലും നമ്മൾ എന്തെന്നാണ് ലെറ്റർ എഴുതാമെന്ന് ഉദ്ദേശിക്കുന്നത്? എന്തോ ഒരു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനാണ് ലെറ്റർ എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട് എന്നുള്ള കാര്യം എഴുതാം. ഇപ്പോൾ എന്താ നമുക്ക് എഴുതാൻ പറ്റുക? എൻ്റെ കോളേജിൽ കോൺവെക്കേഷൻ വരുന്നുണ്ട്, അപ്പോൾ നീ വരണം, അങ്ങനെ ഒരു കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം എന്താണെന്നുള്ളത് ശ്രദ്ധിച്ച് വായിച്ചിട്ട് ആ ഒരു റീസൺ മാത്രം എടുത്തിട്ട് മാറ്റർ വിത്ത് യു എന്നുള്ളത് കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് അത് എഴുതി പോവാം. എൻ്റെ കോളേജിലൊരു കോൺവെക്കേഷൻ പരിപാടി നടക്കുന്നുണ്ട്, അപ്പോൾ നീയും നിൻ്റെ ഫാമിലിയും മസ്റ്റായിട്ട് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ആ കാര്യം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മളിവിടെ ചേർത്ത് എഴുതുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. ദെൻ അതിനുശേഷം ഐ എം കൺസിഡറിങ് മൈ വേർഡ്സ്, അപ്പോൾ ഞാൻ എൻ്റെ വേർഡ്സ് ഇവിടെ നിർത്താണ്. സോറി, ഐ എം കൺസിഡറിങ് എന്നല്ല കേട്ടോ, ഐ എം കൺക്ലൂഡിങ് എന്നാണ്, അവിടെ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. ഐ എം കൺക്ലൂഡിങ്, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ്, നിങ്ങൾക്ക് എൻ്റെ ഫീലിങ്സ് മനസ്സിലാകുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ എൻ്റെ ഈ ഒരു ലെറ്റർ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് യുവേഴ്സ് ലവിങ്ലി, ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ, അതായത് പേര് സൈൻ ഇടണമെങ്കിൽ സൈൻ ഇടാം, അല്ലെങ്കിൽ ചുമ്മാ ഒരു പേര് എഴുതിയാലും മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റായി വരുന്നത്. 2 ലെറ്റർ എഴുതാനും ഏറ്റവും സിമ്പിളാണ്. തനിയെ ഉണ്ടാക്കി എഴുതാൻ കഴിവുള്ള ആളുകളാണെങ്കിൽ ഈ ഫോർമാറ്റിൻ്റെ തന്നെ ആവശ്യമില്ല. അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ മാത്രം ഈ ഫോർമാറ്റ് പഠിച്ച് ബൈ ഹാർട്ടാക്കിയിട്ട് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട്
ലെറ്ററിൽ എന്താണോ ആഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തന്നിട്ടുണ്ടായിരിക്കും. ഇന്ന റീസൺ എന്നാണ് നിങ്ങളൊരു ലെറ്റർ പ്രിപ്പയർ ചെയ്യൂ. അപ്പോൾ ആ റീസൺ എന്താണെന്ന് വായിക്കുക, ആ റീസൺസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. അത്രയും സിമ്പിളാണ്. സിമ്പിളായിട്ട് നമുക്ക് ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു പാർട്ടാണ് ഈ ഫോർമൽ ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ലെറ്റർ ആയിരിക്കും മെയിൻലി നിങ്ങൾക്ക് എക്സാമിനായിട്ട് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഉണ്ടായിരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് ആ ഒരു ഭാഗം ഒന്ന് കേട്ട് വയ്ക്കാൻ മതി. എന്താ ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ആം കൺസിഡറിങ് മൈ വേർഡ് എന്നല്ല, ഐ ആം കൺക്ലൂഡിങ് മൈ വേർഡ്. ഓക്കെ, സോ താങ്ക് യു.